ഹലോ. അപ്പോൾ നമുക്ക് കുറച്ച് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ജാറിൽ കുറച്ച് ഉള്ളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളി, എല്ലാം എൻ്റെ ഒരു കൈയളവാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ജീരകം എടുത്തു, അതും ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ ഒരു ലേശം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് വേണ്ടുന്ന മസാല, മഞ്ഞൾപ്പൊടി എടുത്തു, പിന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടി, പിന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി. ഇത് ഞങ്ങൾ സെപ്പറേറ്റ് പൊടിച്ച് വയ്ക്കും കേട്ടോ, ഇങ്ങനെ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടി. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കാം. അതെല്ലാം ഒരു ലേശം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ചെറുനാരങ്ങ നീര്, പിന്നെ ഉപ്പ്, പിന്നെ ചെറുനാരങ്ങ നീരൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ചെമ്മീനൊന്ന് സോഫ്റ്റ് ആവും. പിന്നെ കുറച്ച് എണ്ണയും കൂടി ചേർത്തു. എന്നിട്ട് ഇതൊക്കെ നന്നായി അരച്ചെടുക്കണം നമുക്ക്. ഇവിടെ ഭയങ്കര ഇടിയാണ്, ഈ സമയത്താണ് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. ഒച്ച കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ ഞാനതൊന്ന് നല്ല പേസ്റ്റാക്കി എടുത്തു. എന്നിട്ട് ഇത് ചെമ്മീനിലേക്ക് പുരട്ടി വെക്കണം, നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 1 hour നമ്മൾ വെക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റാവുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് 1 സ്പൂൺ മസാല ഞാൻ മാറ്റി വെച്ചു. അത് ലാസ്റ്റ് നമ്മൾ റോസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ചേർക്കാനുള്ളതാണ്. അപ്പോൾ നന്നായി പെരക്കി വെക്കുക കേട്ടോ. ഞങ്ങളിവിടെ പെരക്കി എന്നാണ് പറയുക, വീട്ടിൽ പെരട്ടി വെക്കുക എന്ന് പറയും ഷൊർണൂരൊക്കെ. ഇവിടെ കണ്ണൂർ പെരക്കി വെക്കുക എന്നാണ് പറയുക. അപ്പോൾ നന്നായി ഞങ്ങളങ്ങ് പെരക്കി വെച്ചു. എന്നിട്ട് ഒരു 1 hour ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത്, അപ്പോൾ കുറച്ച് നന്നായിട്ട് പിടിക്കുമല്ലോ. പിന്നെ 1 hour കഴിഞ്ഞ് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്, റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ. ആ വെളിച്ചെണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ആ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ അങ്ങ് ഇട്ട് കൊടുക്കുക. നന്നായി എണ്ണ ചൂടാവണം. ഒന്ന് പരത്തി ഇട്ട് കൊടുക്കുക, അട്ടിക്കാവാതെ ഒന്ന് പരത്തി അങ്ങ് ഇട്ട് കൊടുക്കുക. ഞാൻ ആ ഫുൾ ചെമ്മീനും ഓരോറ്റ ഫ്രൈയിൽ തന്നെ ചെയ്തെടുത്തു. 2 വട്ടം ചെയ്യാൻ വയ്യാന്ന് വിചാരിച്ചിട്ടാണ്, സ്ഥലവും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരുമിച്ചങ്ങ് ചെയ്തു. എന്നിട്ട് അടച്ചങ്ങ് വെക്കുക. കുറച്ച് ഒരു മീഡിയം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊന്തിച്ച് നോക്കണം, എൻ്റെ ഒരു ഹോബിയാണ്. ആ മണം ഇങ്ങനെ വരുമല്ലോ, നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ ആ ചെമ്മീൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ ഉണ്ടാക്കാനും കഴിക്കാനും, ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് മണത്ത് നോക്കണ ഒരു ഹോബിയാണല്ലോ, അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് നന്നായി അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി, ആ ചെമ്മീനൊക്കെ നന്നായി വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മുഴുവൻ എണ്ണയല്ല അത്. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ വെള്ളം വറ്റി ആ എണ്ണയിൽ അങ്ങ് ഫ്രൈ ചെയ്ത് വന്നു. കണ്ടോ, നല്ല ഇതില്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് സമയം അത് ചെമ്മീൻ അത്യാവശ്യം വേവുണ്ടല്ലോ, അപ്പോൾ കുറച്ച് സമയം വെക്കണം കേട്ടോ. അത് നല്ല ലാസ്റ്റൊക്കെ ആകുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക, കരിഞ്ഞ് പോകാതെ നോക്കുക. അപ്പോൾ ഇതായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് ഉള്ളി ഞാൻ നല്ല നൈസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. ഫുള്ളായിട്ട് മസാല ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ ചേർക്കണം. അതുപോലെ പച്ചമുളകും കൂടി ചേർത്തു. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം കൂടി, ഒരു 2-3 മിനിറ്റ് കൂടി വെക്കുക ചെയ്തത്. ഉള്ളി അധികം വേവാതിരിക്കുമ്പോഴാണ് ആ ഒരു നല്ല ടേസ്റ്റ് കേട്ടോ. എനിക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടം, ഇവിടെ വീട്ടിലെല്ലാവർക്കും അങ്ങനെയാണ് ഇഷ്ടം. സോ ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ലാസ്റ്റ് നമ്മൾ മാറ്റി വെച്ച ആ 1 സ്പൂൺ മസാല ഉണ്ടല്ലോ, അതും കൂടി അതിൻ്റെ കൂടെ ഇട്ടിട്ടാണ് മൊത്തം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മൾ അടച്ച് വെക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്യുക. കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇടുക, അപ്പോൾ ഒന്നും കൂടി നല്ല മണമായിരിക്കും. പിന്നെ കുറച്ച് തേങ്ങ, അത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. തേങ്ങ ഇട്ടാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഞാൻ കുറച്ച് ചേർത്തു. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചു. എന്നിട്ട് എടുത്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പം തന്നെ ചോറുണ്ടാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു 12 മണിയായിരുന്നു. സോ ചോറുണ്ടാകാനും പറ്റിയില്ല ആ സമയത്ത്. അങ്ങനെ നമ്മളെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ജിത്തുവേട്ടന് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓരോ പീസ് ഇങ്ങനെ എടുത്ത് തിന്ന് നോക്കും. എന്നിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാനാന്ന് പറയും. പക്ഷേ അങ്ങനെ അതിൻ്റെ എണ്ണം കുറഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ
ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് ചെമ്മീനൊക്കെ ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.